ട്രാവൽ ഡയറീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. കോവിഡ് എന്ന മഹാമാരി കാരണം നമ്മുടെ രാജ്യത്ത് പ്രഖ്യാപിച്ച ലോക്ക്ഡൗൺ ഏകദേശം ഒരു മാസക്കാലം പിന്നിടുകയാണ്. ദിവസങ്ങളായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല പ്രവർത്തനങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ച് എല്ലാവരും വീട്ടിലിരിപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ 30 ദിവസങ്ങൾ കൊണ്ട് 20 സെൻറ്റ് സ്ഥലത്ത് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു ചെറിയ പച്ചക്കറി തോട്ടത്തിലെ കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ കാണാൻ പോകുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്തു തന്നെയാണ് ഈ പച്ചക്കറി കൃഷിയും സ്ഥിതി ചെയ്യുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ ഒരു പാറക്കുളം കാണിക്കുകയുണ്ടായി. ഈ പാറയുടെ മുകളിലാണ് 20 സെൻറ്റ് സ്ഥലത്ത് കൃഷി ചെയ്യുന്നത്. കൃഷിക്ക് ആവശ്യമായ ജലവും ഈ പാറക്കുളത്തിൽ നിന്നാണ് എടുക്കുന്നത്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇവിടെയും ഞങ്ങൾ സാമൂഹിക അകലം പാലിച്ച് തന്നെയാണ് കൃഷി ചെയ്യുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് 1-2 പത്രങ്ങളിലും ഓൺലൈൻ ചാനലുകളിലും പാറയ്ക്ക് മുകളിൽ പച്ചക്കറി വിളയിച്ച് സുഹൃത്തുക്കൾ എന്ന വാർത്ത വന്നിരുന്നു. ഈയൊരു വാർത്തയാണ് ഇങ്ങനെയൊരു വീഡിയോ യൂട്യൂബിൽ ചെയ്യാൻ പ്രചോദനമായത്. 4 വർഷങ്ങൾക്ക് മുൻപ് സ്ഥലത്തിൻ്റെ ചെറിയൊരു ഭാഗത്ത് തുടങ്ങിയ കൃഷിയാണ് ഈ വർഷം സ്ഥലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വ്യാപിപ്പിച്ചത്. ചീര, വെണ്ട, പടവലം, പൊട്ടിക്ക, കക്കിരി, പയർ, വെള്ളരി, കുമ്പളം തുടങ്ങി തണ്ണീർമത്തൻ വരെ ഞങ്ങളിവിടെ വിളയിച്ചെടുത്തിരിക്കുകയാണ്. കൂടാതെ ലോക്ക്ഡൗൺ കാലത്ത് ഞങ്ങൾക്കാവശ്യമായ മുഴുവൻ പച്ചക്കറികളും ഇവിടെ നിന്ന് വിളയിച്ചെടുത്തതാണ്. അതിനോടൊപ്പം അയൽവാസികൾക്കും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഉൾപ്പെടെ നിരവധി പേർക്ക് സൗജന്യമായി പച്ചക്കറി നൽകുകയും ചെയ്തിരുന്നു. പൊതുവെ കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ട് ഏറിയ ഒരു പ്രദേശമാണ് ഇത്. മുള്ളൻ പന്നിയെപ്പോലെയുള്ള ജീവികളുടെ ആക്രമണവും ജലലഭ്യത കുറഞ്ഞൊരു പ്രദേശവും ആയതുകൊണ്ട് കൃഷി ചെയ്യാൻ ഏറെ ബുദ്ധിമുട്ടാണ്. ഈയൊരു സാഹചര്യത്തിലാണ് 1ാം ഘട്ട കൃഷിയിൽ നിന്നും 2ാം ഘട്ട കൃഷിയിലേക്ക് കടക്കുന്നത്. ഈ ഒരു ലോക്ക്ഡൗൺ ഇനി എത്ര നാൾ നീണ്ടുപോകും എന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലാണ് നമ്മുടെ രാജ്യത്തിലെ രോഗബാധിതരുടെ ദിനംപ്രതി വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോവിഡിനെ ചെറുക്കാൻ നമ്മുടെ രാജ്യത്തെ മുഴുവൻ സന്നദ്ധ പ്രവർത്തകരും പോലീസും ഭരണകൂടവും അതിലപ്പുറം സ്വന്തം ജീവനും ജീവിതവും കുടുംബവും എല്ലാം മറന്ന് ഡോക്ടർമാരും നേഴ്സുമാരും ഉൾപ്പെടെ ആരോഗ്യമേഖലയിലെ എല്ലാവിധ ആളുകളും 24 മണിക്കൂറും നമുക്കും നമ്മുടെ നാടിനും വേണ്ടി പരിശ്രമിക്കുകയാണ്. കൂടാതെ നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മുടെ വീട്ടുവളപ്പിലുള്ള പരിമിതമായ സ്ഥലത്ത് പറ്റാവുന്ന രീതിയിൽ എല്ലാവരും കൃഷി ചെയ്യാൻ കൂടി തയ്യാറാവുക എന്ന സന്ദേശത്തോടെ ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.